നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് തൃപ്പങ്ങോട്ട് തറവാട് കോട്ടയ്ക്കൽ തറവാടുമായിട്ട് ലയിച്ചു കഴിഞ്ഞു. ഇന്ന് കോട്ടയ്ക്കലേ ഉള്ളൂ, തൃപ്പങ്ങോട്ടില്ല. അതെ, കുടുംബ പുരാണങ്ങളൊക്കെ നമുക്ക് പതുക്കെയാവാം. മനു വരൂ, മോളെ കാണാം നമുക്ക്. ശരി, കാണാം നമുക്ക്. കാണാം. ചെല അതിന് തൃപ്പങ്കോട് സുഭദ്ര മരിച്ചതല്ലോ, അതൊരു കൊലപാതകമല്ലേ? സാർ, അയാൾ വന്നിട്ടുണ്ട്. വാ. എന്തായി, നിങ്ങൾക്ക് ആ കുട്ടികളിൽ ആരുടെയെങ്കിലും മുഖം ഊഹിച്ചെടുക്കാൻ സാധിച്ചായിരുന്നോ? അവരുടെ ഇന്നത്തെ മുഖം സങ്കല്പിച്ച് വരയ്ക്കാൻ പറ്റിയോ? ഏറ്റ ജോലിയല്ലേ വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാളുടെ അല്ല, 3 പേരുടെയും. ആഹാ, വെരി ഗുഡ്. എവിടെ നോക്കട്ടെ നോക്കട്ടെ. ഇത് അതിലെ ആ ഇളയ കുട്ടിയുടെ. ഇത് അതിലും മൂത്തത്. ശരി ശരി, എനിക്ക് കാണേണ്ടത് ഇതിലും മൂത്തതിന്റെ ചിത്രമാ, രാധയുടെ. അതെവിടെ? അത് കാണിക്കാം. ഇതാണ് നിങ്ങൾ ടെൻഷൻ അടിച്ച ആ ചിത്രം. ഇതെന്റെ ഭാര്യയുടെ പടമാണോ? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എന്റെ ഭാര്യ. ഞാൻ തന്നോട് വരയ്ക്കാൻ പറഞ്ഞത് തനിക്ക് തന്ന ചിത്രത്തിൽ ഇവൾക്കൊപ്പം നിന്ന മറ്റ് 3 പെൺകുട്ടികളുടെയാണ്, അല്ലാതെ ഇവളുടെ, എന്റെ ഭാര്യയുടെ അല്ല. സാറിന്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെയാണ്. ആ ചിത്രത്തിൽ അത് കണ്ടു ഞാൻ. പക്ഷേ ഞാൻ വരച്ച ഈ പടം, ആ ഫോട്ടോയിലെ മറ്റ് 3 പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടിയുടെ ഇന്നത്തെ മുഖം തന്നെയാണ്. കഴിഞ്ഞ 8 വർഷമായി ഇത്തരത്തിൽ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഇതുവരെ തെറ്റിയിട്ടില്ല സർ. ഇതുവരെ തെറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തനിക്ക് തെറ്റി. എന്റെ ഭാര്യയുടെ മുഖഭാവവുമായി ഒരു സാമ്യമില്ലാത്തവളാണ് രാധ. അവള് വളർന്നപ്പോ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരും? സമ്മതിക്കേണ്ടി വരും സാർ. ഇന്നിപ്പോ നമുക്ക് മുന്നിൽ ഈ പറഞ്ഞ പെൺകുട്ടി ഇല്ല. എന്നെങ്കിലും സാറിന് അവളെ കണ്ടെത്താനായ ഞാൻ വരച്ചത് അവളെയാണെന്ന് സാറിന് സമ്മതിക്കേണ്ടി വരും. അബദ്ധങ്ങൾ വരച്ചുണ്ടാക്കിയിട്ട് പിന്നെ നിന്ന് ന്യായീകരിക്കുന്നു. യു സ്റ്റുപ്പിഡ്. അയ്യോ, എടോ, എണീക്കടോ. അയ്യോ സാറേ, അയാളുടെ ബോധം പോയി. സാർ എന്തോ അടി അടിച്ചത്? ബോധം വരുമ്പോ എണീറ്റ് പൊയ്ക്കോളൂ. നീ വാ ഇങ്ങോട്ട്. എടോ എടോ, ഇയാളാണോ ചെറിയ പുലിയെ തന്ന വലിയ പുലിയാക്കുന്ന ആള്? അയ്യോ സാറേ. എന്നെ അടിച്ച അയാളെ ഇന്ന് ഞാൻ
മൈ ഗോഡ്, ഇതല്ലേ അയാൾ വരയ്ക്കാൻ തന്ന ഫോട്ടോയിലെ പെണ്ണ്? മേഘനാഥ, എന്റെ ദൈവമേ, സാറിടിച്ച് അയാൾ ചെന്ന് വീണത് തലയിടിച്ചിട്ടാ. തലയിലൊന്നും അങ്ങനെ അടികൊള്ളാൻ പാടില്ല. സാർ എന്നെ അടിക്കുന്ന പോലെ ചെകിട്ടിലോ മുതുകിലോ വല്ലതും അടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ അയാളുടെ തലയിലാണ് ഇളകിപ്പോയെന്നാ തോന്നുന്നത്. Shut up. ഏയ്, വാ വാ. എന്താടാ നിന്റെ പ്രശ്നം? പ്രശ്നമുണ്ട്. താൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വരച്ചത് പണ്ട് എപ്പോഴോ മരിച്ചു പോയ തന്റെ ഭാര്യയുടെ പടമാണെന്ന്? എങ്കിലേ ആ ഭാര്യയെ ഞാൻ ഇവിടെ കണ്ടു. ഇപ്പോ സുഭദ്രമ്മ ഇവിടെ കണ്ടെന്നോ? സുഭദ്രാമ്മയാണോ സുന്ദരിയമ്മയാണോ ഒന്നും എനിക്കറിഞ്ഞൂടാ. ആ ചിത്രത്തിൽ ഞാൻ വരച്ചു വച്ചിട്ടുള്ള ആ സ്ത്രീ ഇവിടെയുണ്ട്, ഈ കെട്ടിടത്തിനുള്ളില്, മുകളിലത്തെ നിലയിൽ തന്നെ. മുകളിലത്തെ നിലയിലോ? അതെ, ഞാൻ ഇപ്പൊ കണ്ടു, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ചിലപ്പോ താൻ അന്വേഷിക്കുന്ന രാധയായിരിക്കും എന്റെ മുന്നിലൂടെ വന്ന് ഇവിടെ കയറിയത്. താൻ പോയി നോക്ക്, ഈ കെട്ടിടത്തിനുള്ളില് ആ മുകളിലത്തെ നിലയിൽ അവളുണ്ട്. അയാൾക്ക് തലയ്ക്ക് അടിയിട്ടതിന്റെ തകരാറാ. സാർ ഇതൊന്നും കാര്യമാക്കണ്ട. ഏയ്, അതങ്ങനെയല്ല. അടി കിട്ടിയിട്ടും ബോധം കെട്ടിട്ടും അവൻ എന്റെ പിന്നാലെ വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. ഒരു കാര്യം ചെയ്യ, നീ ഉയരെ രണ്ടാമത്തെ നിലയിൽ പോയി നോക്ക്. ഞാൻ ആദ്യത്തെ നിലയിലേക്ക് ഒന്ന് പരതാം. എന്താ? ശരി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.